കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ഞാലിയാകുഴിയിലെ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവം എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ ദേവനെ സംബന്ധിച്ച. പ്രസാദം എന്ന വാക്കിന് വിക്കിപീഡിയയിലും ഡിക്ഷണറിയിലും ഒക്കെ നോക്കിയാൽ ധാരാളം അർത്ഥങ്ങളുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം കൃപയുള്ള സമ്മാനം. ദൈവപ്രസാദം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യർക്ക് നൽകുന്ന കൃപയുള്ള സമ്മാനം. അതാണ് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവിക സമാധാനം, ദൈവിക സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. ദൈവപ്രസാദമുള്ളവരായി ഞങ്ങൾ തീർന്നു. അതുകൊണ്ട് ആ സന്തോഷവും ആ സമാധാനവും നിങ്ങൾക്കും ലഭിക്കും എന്ന് പറയുവാനാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും കുമ്പനോട് എന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഈ കോട്ടയം ജില്ലയിൽ ഞാലിയാകുഴി എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ അടുത്തുള്ള ബുക്കാനൻ ഗേൾസ് ഹൈസ്കൂളിൽ 24 വർഷമായി ഒരു അധ്യാപികയായിരുന്നു. ഞാൻ പഠിപ്പിച്ച അനേക കുഞ്ഞുങ്ങൾ ഈ ഞാലിയാകുഴിയിലുണ്ട് എന്നെനിക്കറിയാം. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ ഒരു സാധാരണ കുടുംബത്തിൽ 5 മക്കളിൽ ഒരാളായി ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടു. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ, തലമുറകൾക്ക് വേണ്ടി കരുതുകയും പ്രാർത്ഥിക്കുകയും കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളായിരുന്നു എൻ്റെ. ഞാൻ ചെറിയ പ്രായം മുതൽ തന്നെ സൺഡേ സ്കൂളിൽ പോവുകയും പള്ളിയിൽ പോവുകയും കയറിൽ പാടുകയും VBS പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇതാണ് ജീവിതം എന്നാണ് ഞാൻ ധരിച്ചു വച്ചിരുന്നത്. പക്ഷെങ്കിൽ 10ാം ക്ലാസ് പാസ്സായി പ്രീ ഡിഗ്രിക്ക് തിരുവല്ല മർത്തോമ കോളേജിൽ പഠിക്കുമ്പോൾ മുണ്ടപ്പള്ളിയിൽ സുവിശേഷാലയത്തിൽ ഒരു കൺവെൻഷൻ നടന്നു. അതെല്ലാ വർഷവും നടത്തപ്പെടുന്നത്. ആ കൺവെൻഷനിൽ തിരുവല്ല റിവൈവൽ ടീമാണ് വന്ന് വചനം പറഞ്ഞത് എൻ്റെ 16ാമത്തെ വയസ്സിൽ. അവിടെ വചനം സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ലോകത്തിൽ ഞാൻ VBS പോയതോ സൺഡേ സ്കൂളിന് പോയതോ പള്ളിയിൽ കയറിൽ പാടിയതോ ഒരാഴ്ച പോലും മുടങ്ങാതെ പള്ളിയിൽ പോയതോ കൊണ്ടൊന്നും ഞാൻ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനി ആയില്ല എന്ന് എനിക്ക് ആ വചനത്തിൽ നിന്ന് മനസ്സിലായി. അവിടെ പാടിയ പാട്ടിൽ നിന്ന് മനസ്സിലായി. ഞാൻ അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എൻ്റെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ, കർത്താവേ, നീ എൻ്റെ രക്ഷകനാണെന്നും എൻ്റെ പാപങ്ങളുടെ മോചനത്തിനായി നീ കാൽവരയിൽ മരിച്ചുവെന്നും എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഇതാ കർത്താവേ, ഞാൻ എൻ്റെ വായ് കൊണ്ട് ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം എൻ്റെ ഹൃദയത്തിലൊരു വ്യത്യാസം വരുത്തി. അന്ന് വരെ ഞാൻ പള്ളിയിൽ പാടിയത് ബുദ്ധിയിലായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ പാടാൻ തുടങ്ങിയത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ്. ബുദ്ധിയിൽ നമ്മൾ ചെയ്യുന്നതും ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, അന്തരമുണ്ട്. അത് നിങ്ങൾ ഒന്ന് അനുഭവിച്ചറിയണം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ദൈവം നമ്മെ മാടി വിളിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ആ ദൈവത്തിന് ഒരു വാസസ്ഥലം നിങ്ങൾ ഒരുക്കൂ. ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതം ബുദ്ധിപരമായിട്ട് പ്രാർത്ഥിക്കുകയും പാടുകയും VBS പഠിപ്പിക്കുകയും സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീടുള്ള എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റിമറിച്ചു. എനിക്ക് ലഭിച്ച ഈ സന്തോഷവും സമാധാനവും പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ജീവിതത്തിൻ്റെ വ്യത്യാസവും കാരണമാണ് ഇന്ന് ഈ കവലയിൽ വന്നു നിന്നുകൊണ്ട് എൻ്റെ ദൈവത്തെ സാക്ഷിക്കുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നത്. അന്നു മുതൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വേദപുസ്തകം കയ്യിലെടുത്തതാണ്. ഞാൻ ബുക്കാനൻ ഗേൾസ് ഹൈസ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, മക്കളെ, നമ്മൾ പഠിക്കുന്ന ഓരോ വിഷയങ്ങളും അത് നമ്മുടെ ശവക്കുഴി വരെ ഉള്ളൂ. മാത്സ് പഠിച്ചാലും ഫിസിക്സ് പഠിച്ചാലും കെമിസ്ട്രി പഠിച്ചാലും നമ്മുടെ മരണത്തോടു കൂടി അത് അവസാനിക്കുകയാണ്. നിത്യമായ ഒരു വാസസ്ഥലം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യതയിൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ യേശുവുമായിട്ടുള്ള ബന്ധം വേണം. യേശു രക്ഷകനാണ്. യേശു രക്ഷകനാണെന്ന് ഇന്ന് പകൽക്കാലം ഈ ഞാലിയാകുഴി കവലയിൽ നിന്നിട്ട് വിളിച്ചു പറയുവാൻ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കാരണം എന്നെ വീണ്ടെടുത്ത ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം ഒരു ദിവസത്തിന് 24 മണിക്കൂറുണ്ടെന്ന്.
അതായത് 1440 മിനിറ്റുകൾ അല്ലെങ്കിൽ 84,600 സെക്കൻഡുകൾ. നമ്മൾക്ക് ഈ ഭൂമിയിലുള്ള ജീവിതം വളരെ ചുരുക്കമാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. ഉത്തരവാദിത്തങ്ങൾ മറന്ന് മദ്യത്തിനും മയക്കുമരുന്ന് അടിമകളായി ലോകത്തിന്റെ ചിന്തകളിൽ കൂടി സ്വന്തം ഇഷ്ടം ചെയ്ത് ജീവിക്കുവാനല്ല ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ദൈവത്തിന്റെ ഹിതം എന്താണ് നമ്മളെ പറ്റിയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു നാൾ നാം ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകും. ജനിച്ച എല്ലാവരും മരിക്കും എന്ന കാര്യം സുനിശ്ചിതമാണ്. ആ മരണത്തിന് മുൻപേ ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം, നമ്മൾ ചെയ്യണം. ഒരു മാതാവിന് മാതാവിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരു പിതാവിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. നാം നമ്മുടെ ജീവിതത്തെ പരിശീലിപ്പിച്ച് എങ്ങനെ പരിശീലിപ്പിക്കണം? പ്രാർത്ഥനയിലൂടെ, ദൈവമായുള്ള ബന്ധത്തിലൂടെ നാം പരിശീലനം നേടണം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ അല്പത്തിൽ വിശ്വസ്തരായവരെ അധികത്തിൽ വിചാരകനാക്കുന്ന ഒരു ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. ദൈവം ഈ ഭൂമിയിൽ നമ്മൾക്ക് ഓരോ താലന്തുകൾ തന്നാണ് ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചത്. അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഒരു താലന്ത് നമ്മളെ ഏൽപ്പിച്ചാൽ അത് വ്യാപാരം ചെയ്ത് 2 താലന്ത് നേടുവാനായി ശ്രമിക്കണം. 2 താലന്ത് ഏൽപ്പിച്ചാൽ അത് വ്യാപാരം ചെയ്ത് 4 താലന്തുള്ളവനായി തീരുവാനായി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ അല്പത്തിൽ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ ദൈവം നമ്മെ അധികത്തിന് വിചാരകരാക്കും. നമുക്ക് വിചാരമുണ്ട്. അല്ല പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചിന്തയില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ നടപ്പില് മറ്റുള്ളവരെ ദുഷിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്കെതിരായി ഏഷണി പറഞ്ഞു